വിനേഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനേഷ്, ഇപ്പോൾ പുറത്തേക്ക് പോകുന്നു, തനിക്ക് പോലീസ് പ്രൊട്ടക്ഷന്റെ ഒരാവശ്യവുമില്ല എന്ന് താൻ അറിയിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എങ്ങോട്ടേക്കാണ് പോയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തായാലും പോലീസിന്റെ സുരക്ഷയില്ലാതെ ഇപ്പോൾ ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. വലിയ വെല്ലുവിളിയുമായി SFI ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉയർത്തിയിരുന്നു. ആ സാഹചര്യത്തിലാണ് പോലീസ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ പുറത്തേക്ക് പോയിരിക്കുന്നത്. എസ് വിനേഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. വിനേഷ്, എങ്ങോട്ടാണ് ഗവർണർ പോയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശരി, രണ്ടും കൽപ്പിച്ചാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാണ്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ രാഷ്ട്രീയവൽക്കരണമാണ് താൻ സെനറ്റിൽ, അതായത് CPM അംഗങ്ങളെ തിരികെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരമാണ്. അതൊരു പക്ഷേ താൻ എതിർത്തില്ലെങ്കിൽ താൻ ഇവർക്ക് ഒരു പ്രശ്നക്കാരനാവില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ പോസ്റ്ററുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഞാൻ ഇവിടെ ഈ സർവകലാശാലയുടെ നടത്തിപ്പുകാരനല്ല, മറിച്ച് ഇവിടെ നടക്കുന്ന അന്യായമായ രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് തന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം ഇന്ന് അദ്ദേഹത്തിന് 3:30 മാത്രമാണ് ഇവിടെ പരിപാടിയുള്ളത്. അദ്ദേഹം നഗരത്തിലേക്കാണ്, കോഴിക്കോട് സിറ്റിയിലേക്കാണ് പോയിട്ടുള്ളത്. മിക്കവാറും മാനാഞ്ചിറ, നമുക്ക് ലഭ്യമാകുന്ന അദ്ദേഹത്തിന്റെ വൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം മാനാഞ്ചിറ മറ്റ് സ്ഥലങ്ങളിലേക്കാണ് പോയിട്ടുള്ളത്. അത് സ്വകാര്യ സന്ദർശനം മാത്രമാണ്, ഔദ്യോഗിക സന്ദർശനമോ മറ്റോ അല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും സർക്കാരും ഗവർണറും രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട്, അല്ലെങ്കിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. ഇന്ന് 3:30 പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ തന്നെയായിരുന്നു. I don't need any protection. And then the SFI will receive instruction from Chief Minister not to come near me because they know the consequences. Apart from your direction, they removed 3 banners yesterday. Late night, they removed 30 banners throughout the campus. And all over Kerala also they removed banners against you. Let them do it. Let them do it. Not repeatedly. പോലീസിന്റെ ഒരു സുരക്ഷയും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ പുറപ്പെടുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ നിന്നും അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുകയാണ്. MS അനീഷ് കുമാർ ഉടൻ ചേരും. അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു.